ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പാറക്കുളത്തിൽ ചൂണ്ടയിടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, അപ്പോൾ തിലാപ്പിയ പിടിക്കാൻ വേണ്ടിയാണ്. മഞ്ഞപ്പൊടിയും മൈദയാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലായിരുന്നു ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. വളത്തോളത്തിൽ ചൂണ്ടയിടുന്നതുകൊണ്ട് തന്നെ മീൻ പെട്ടെന്ന് കയറി അടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സിറിൽ ആദ്യം തന്നെ ഒരു തിലാപ്പിയ പിടിച്ച് കയറിയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേട്ടില്ലാത്തൊരു സൈസ് തിലാപ്പിയ. അപ്പോൾ അവനെ പിടിച്ച് ബക്കറ്റ് ഇട്ട് തിരിഞ്ഞപ്പോൾ തന്നെ സിറിലിന് അടുത്ത മീനും കയറി അടിച്ചു കേട്ടോ. അത് പൊട്ടും, ചെറിയ ഉള്ളു. അപ്പോൾ കൈ സിറിൽ പിടിച്ച് ഈ മീനാണ് കേട്ടോ കൂട്ടത്തിലെ ഏറ്റവും വലിയ മീൻ. അപ്പോൾ നമ്മുടെ പിള്ളേരിൽ നിന്ന് ചൂണ്ടയിട്ട് തകർക്കുവാണ്. നമ്മുടെ വിനായകനാണ് ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ചെന്നപ്പോൾ തന്നെ അവനൊരു മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു തിരാപ്പി തന്നെയായിരുന്നത്. എന്തായാലും അവനെ തറയിലിട്ട് ഹുക്ക് ഊരിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ സിറിലിന് മീൻ അടിച്ചു. മീൻ ലൈനും വലിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എന്തായാലും സിറിലിന് ഹുക്ക് അയക്കുന്നത് അത്യാവശ്യം മീഡിയം ഒരു സൈസ് തിലാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 കിലോ മീനാണ് മൊത്തത്തിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. കിട്ടുകയല്ലോ അത്യാവശ്യം നല്ല സൈസ് മീനായതുകൊണ്ട് 3-4 മീൻ പിടിച്ചപ്പോൾ തന്നെ 3/4 കിലോളായി കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവന്മാർ അപ്പുറത്ത് 3-4 മീൻ വേറെയും പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു 5-6 മിനിറ്റോടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 കിലോ മീൻ ഫില്ലായി. സന്ധ്യ കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഫിഷിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നേരെ ഇവന്മാരെ കൊണ്ട് ഫ്രൈ ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ ഈ മീനെ പിടിച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവന്മാർക്കെല്ലാം മീൻ വറുത്ത് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ബൈ.